അമ്മ രാവിലെ എണീറ്റിട്ട് ഇതാട്ടോ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. ചായയൊക്കെ അടുപ്പത്താണ് വെക്കുന്നത്. പിന്നെ ഞാൻ എണീറ്റിട്ട് ഇന്നലത്തെ കുറച്ച് മന്തി റൈസ് ഉണ്ടായിരുന്നു, ഞാനത് എൻ്റെ ഗ്യാസിൽ ചൂടാക്കിട്ടോ. അപ്പൊ ഇന്ന് ചായക്ക് കടി എന്ന് പറയണത് എന്താണെന്ന് പറയാ, പൂളപ്പുഴുക്കാണ് കേട്ടോ. അപ്പൊ അമ്മ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചായ ഉണ്ടാക്കി അങ്ങനെ കഞ്ഞിക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ അങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞു, കുട്ടിക്കും കൊടുത്തു. ഞാൻ അങ്ങനെ പോയി കടന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് പറഞ്ഞാൽ ശരീരം കൊണ്ടും വയ്യ, മനസ്സുകൊണ്ട് അത്രയും വയ്യ. നമ്മൾ മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, നമ്മുടെ ശരീരവും തളർന്ന പോലെയാണല്ലോ. അപ്പൊ എന്താണെന്നറിയില്ല കേട്ടോ, ഇന്ന് നല്ല തലവേദനയും ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടോ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു മനസ്സിനോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഇങ്ങോട്ട് തളർന്ന പോലെ ഇങ്ങോട്ട് ആയിരിക്കും കേട്ടോ. എനിക്ക് എന്താ പറയാ, ഓവർ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ ചായ കൂടിയും കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊണ്ട് പോയി കിടന്നു കേട്ടോ. എനിക്ക് തീരെ വയ്യ. ഇതിനിടയിൽ ഞാൻ വയ്യാതെ ഒരേ കിടപ്പ് കിടക്കാന്നൊന്നുമല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് എണീറ്റ് മോളെയൊക്കെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ വീണ്ടും പോയി റെസ്റ്റൊക്കെ എടുത്തുട്ടോ. പിന്നെ ഞാനൊരു 1 മണിയൊക്കെ ആവാനായപ്പോഴത്തേനും എണീറ്റ് കുറച്ച് കട്ടൻ ചായ വെച്ച് കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കട്ടൻ ചായ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ ഇന്ന് ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ തച്ചമ്പാറയ്ക്ക് പോയിട്ടോ. മാവേലിക്ക് പോകണം പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പോയിട്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അമ്മ പോയിട്ട് വന്നു, അരിയും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ കുട്ടിയുടെ ബ്രഷ് പട്ടിക്കുട്ടികൾ കൊണ്ടുപോയിട്ടോ. അവൾ പല്ല് തേച്ചിട്ട് അങ്ങനെ നമ്മുടെ വീടിന്റെ തറയുടെ ഒരു സൈഡിൽ തരിപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അപ്പം അതിൽ വെച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൽ പട്ടിക്കുട്ടികൾ അങ്ങനെ കളിച്ചോണ്ട് നടന്നായിരുന്നു. അത് കൊണ്ടുപോകുന്നു വിചാരിച്ചില്ല, അത് എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് കേട്ടോ. നോക്കുമ്പോൾ അത് എടുത്ത് കൊണ്ടുപോയിട്ടാ ഇന്നലെ കൊണ്ടുപോയത്. അപ്പോൾ അത് പല്ല് ഇന്ന് രാവിലെ എന്തായാലും അവളെ തേപ്പിച്ചില്ല കേട്ടോ. അപ്പം അങ്ങനെ അമ്മ തച്ചമ്പാറയ്ക്ക് പോയപ്പോൾ അമ്മയ്ക്കും അവക്കും ഒക്കെ ഉള്ള ഓരോ ബ്രഷ് മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്മ നെല്ലെണ്ണയും വിളക്കെണ്ണയൊക്കെ മേടിച്ചിട്ട്, നല്ല എണ്ണ തന്നെ മേടിക്കാറ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പകുതിയൊക്കെ ആയിട്ട് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അമ്മ അതെല്ലാം കൊണ്ടുവന്നു. പിന്നെ അമ്മ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഞ്ഞിയൊക്കെ കുടി കഴിഞ്ഞു. പിന്നെ അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ കിടന്നൊന്നുമില്ല കേട്ടോ. ശരീരം കൊണ്ട് ഒരു ശകരം വയ്യ. എന്നാലും വെള്ളം എണീച്ച് ഉച്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ ആവാറായിരിക്കണം, 4 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ. ആ സമയത്ത് പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നില്ല, ചോറ് എന്തായാലും വെക്കണം വൈകിട്ടേക്ക്. അപ്പൊ പിന്നെ വേഗം കുറച്ച് അരിയൊക്കെ അടുപ്പത്തിടാലോ എന്നൊക്കെ വിചാരിച്ച് വീതനപ്പറ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അരി അടുപ്പത്തിടണം. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിടാലോ എന്ന് വിചാരിച്ചിട്ടോ. വെള്ളം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങനെ നിരന്ന് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, നമ്മുടെ മനസ്സ് കൈവിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല, എല്ലാം തീർന്നു, അവിടെ വെച്ച് തീരുമല്ലോ. നമുക്ക് അങ്ങനെയാണ്, എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ നമുക്ക് ഓവർ ടെൻഷൻ വന്നുള്ള അവസ്ഥ അതൊക്കെ തന്നെയല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കരുത്. ഇപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ അടുത്തറിയുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആണെങ്കിൽ കൂടി എന്തിനാ അപ്പം അത് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ അത് ഓർത്ത് ടെൻഷൻ അടിക്കണേ, ആ വിഷയം വിട്, അല്ലെങ്കിൽ അതൊക്കെ മൈൻഡിൽ നിന്ന് വിട് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ചങ്ങനെ കാട് കയറി പോകൂട്ടാ. അങ്ങനെയാണ് നമ്മളെ പല കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ചില സമയത്ത് അങ്ങനെ കേട്ടോ, നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു എത്തും പിടി ഉണ്ടാവില്ല. അങ്ങനെ എന്താ പറയുക, ചിന്തിച്ചാൽ ഒരുപാടുണ്ടേനും ചിന്തിക്കാതിരുന്നാൽ എന്താ പറയുക, ഒരു ദുല എന്നൊക്കെ പറയണ പോലെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കണ സമയത്ത് കുഞ്ഞാറ്റ വന്നിട്ട് ഹായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ക്യാമറ കുറച്ച് പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവളുടെ മുഖം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ TV ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും TV ഒക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. കറണ്ട് പോയിരിക്കുകയായിരുന്നേ, അപ്പം ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി TV ഇട്ട് കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഈ സമയം അവൾ ഭയങ്കര ബഹളം വെക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. TV ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. അപ്പം പിന്നെ ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് തരാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങനെ സോപ്പിട്ട് അവിടെ നിർത്തിയിരിക്കുക കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിലോ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്കിടെ നമ്മളെ വന്നിട്ട് ഇങ്ങനെ സ്വൈര്യം കെടുത്തുമ്പോഴേ നമ്മളല്ലെങ്കിലേ ഓരോന്നും ചിന്തിച്ചിട്ടുള്ള ഒരു ഇതും എല്ലാം കൂടി ഇങ്ങോട്ട് ആവുമ്പോൾ കുട്ടി ഇങ്ങോട്ട് വാശി പിടിക്കലും എല്ലാം കൂടി ആകുമ്പോൾ നമ്മളാകെപ്പാട് ഇങ്ങോട്ട് ഡിപ്രഷനിൽ അങ്ങോട്ട് ആവും കേട്ടോ.
എനിക്ക് അങ്ങനെയാണ്. ഇന്നലെ എന്താ അറിയില്ല ഒന്നും കേട്ടോ, നമുക്ക് കുളിക്കണം, അതേപോലെ അയ്യോ ഇനിയിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്ന് ചിന്തിച്ചിട്ട് അയ്യോ പിന്നെ അങ്ങനെ തൂങ്ങിപ്പിടിച്ച് ഇനി ഒരു പണി ചെയ്യാൻ എനിക്ക് വയ്യ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇരിപ്പ് ഇരിക്കും കേട്ടോ. പിന്നെ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ അങ്ങോട്ട് വയ്യാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ എണീച്ച് വന്ന് പിന്നെ ഓരോന്ന് ചെയ്ത് അങ്ങനെ അമ്മ രാവിലെ പാവം രാവിലേക്ക് ഉച്ചയ്ക്കുള്ള കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ട് വാർത്ത് വെച്ച് പോയിട്ടിരാന്നു കേട്ടോ. ഇപ്പൊ പിന്നെ ഈ എന്താ പറയാ മഴയൊന്നുമില്ല, എന്നാൽ കൂടി ഞങ്ങളെപ്പോഴും ഈ 2 നേരത്തിനുള്ളത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതാ അമ്മ അപ്പോഴത്തേനും കച്ചമ്പാറ പോയി വന്നിട്ട് ഇതാട്ടോ അമ്മ മുറ്റത്ത് തെളിക്കാനും അതേപോലെ ഈ മുളക് വിത്തൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ചാണകം എന്തെങ്കിലും ഇട്ട് കൊടുക്കാലോ ചോട്ടിൽ പറഞ്ഞിട്ട് ചാണകം തപ്പാൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അടുത്തൊരു പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മേയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിട്ട് അമ്മ അത് എടുത്തിട്ട് വരിക. ആ സമയം കൊണ്ട് ഇത് അനിയൻ വരുന്നു. അനിയൻ ക്ലാസ് കഴിഞ്ഞ് വന്നു. ഞാൻ കുറച്ച് വറ്റ് കൊണ്ടേ കൊടുക്കാമല്ലോ മീനുകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തോട്ട് പോയതാട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഇരടി മുട്ടലും കാല് നല്ലോണം വേദനിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതാ വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം കാഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ അരി അടുപ്പത്തിടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് അരി എടുത്തിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയിടണം. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുകയാണ്. കുറച്ചധികം സമയം എടുക്കും അപ്ലോഡായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നെറ്റ്വർക്കിൻ്റെയും കാര്യത്തിൻ്റെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ഫോണിലൊക്കെയാണ് അപ്പോൾ ചെയ്യുന്നതൊക്കെ, എഡിറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഫോണിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക അപ്ലോഡ് ചെയ്ത് വരാൻ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അധികം ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. മാക്സിമം എന്നാലും ഒരു 10 മിനിറ്റ് 12 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലെങ്ത്ത് കൂട്ടണം. എല്ലാവരും ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണം, ചെറിയ ചെറിയ വീഡിയോസ് ഇടണ്ട, എന്താണ് നമുക്ക് ഒരു പെട്ടെന്ന് തീരുന്ന പോലെ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ടൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ടു, ചോറിനുള്ള അരി ഇട്ടു. പിന്നെ ഇനിയിപ്പോൾ മുറ്റടിക്കട്ടെ, വിളക്ക് കൊളുത്താനാവുമ്പോഴത്തേനേ മുറ്റടിക്കണം. അപ്പോൾ ഈ അടയ്ക്കാപ്പഴത്തിൻ്റെ മരമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല വീണിട്ടൊക്കെ നിറച്ച് കാടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അതൊന്ന് അടിച്ച് വാരി കഴിയുമ്പോഴത്തേനും കുറച്ച് സമയമാവും. പിന്നെ നമ്മൾ ഈ മുറ്റം മാത്രം ഞാൻ ഈ മുറ്റം മാത്രമായിട്ടൊന്നും തോണ്ടിയെടുക്കൊന്നുമില്ല കേട്ടോ, അടിച്ചു വാരിയൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുറ്റടിക്കുന്ന സമയത്ത് പുല്ല് കാണുകയെന്നുണ്ടെങ്കിൽ ആ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കും. നമ്മൾ പുല്ല് പറിക്കാനായിട്ട് അല്ലെങ്കിൽ മുറ്റം വൃത്തിയാക്കാനായിട്ട് അതിനായിട്ടൊരു സമയം കണ്ടെത്തൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ മുറ്റടിക്കുന്ന സമയത്ത് പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് കാണുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കളകളൊക്കെ കയറിയത് കള പറിച്ച് കളയൂട്ടോ, ഒന്ന് വൃത്തിയാക്കി ഇടും കേട്ടോ. അല്ലാതെ നമ്മൾ പുല്ല് പറിക്കാനായിട്ടൊന്നും ചിലപ്പോൾ സമയം കിട്ടാറില്ല. എന്നാൽ അങ്ങനെയല്ല, എന്നാൽ ചിലപ്പോൾ വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലികളൊന്നും ഇല്ല ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മുടെ എന്താ പറയുക മുറ്റം ഓണത്തിന് മുന്നേയൊക്കെ ഫുള്ള് നമ്മളിവിടെ സേവനവാരം പോലെ മൊത്തം പുല്ലൊക്കെ പറിച്ച് കാടും കുപ്പയും എല്ലാം അടിച്ച് വാരി കത്തിച്ച്, അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ കാണുമ്പോൾ മുളച്ച് വന്നതൊക്കെ അങ്ങോട്ട് ഇപ്പോൾ മഴ തോർന്നുകൊണ്ടേ ഇപ്പോൾ കുറേ കാടിന് കുറവുണ്ട്. എന്നാലും നമ്മളാ പിന്നെ തോർത്തുന്നൊക്കെ അല്ലേ ഡ്രസ്സുകളൊക്കെ അലക്കി തോർത്തണം, അവിടെയൊക്കെ പുല്ലുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഒരാഴ്ചയായിട്ട് മഴ നിന്നില്ലേ, അതുകൊണ്ട് പിന്നെ പുല്ലൊക്കെ കുറേശ്ശെ കമ്മിയാണ് കേട്ടോ. ഇനി നല്ല വേനലായ പുല്ലൊക്കെ നല്ല കരിയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ള കാളയൊക്കെ പറിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ വഴിയും കൂടി ഒന്ന് അടിക്കണം കേട്ടോ. വഴി ഉടനീളം ഞാൻ അടിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുരിങ്ങമരമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മുരിങ്ങമരത്തിൻ്റെ പഴുത്ത ഇലകളും അതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ, അതുപോലെ മേലെന്ന് വല്ല മഴയൊക്കെ പെയ്ത് വരികയാണെങ്കിലും
അങ്ങനെ നമ്മൾ ചപ്പും കുപ്പൊക്കെ ഇങ്ങനെ അധികം കിടക്കണുണ്ടാവും കേട്ടോ. മഴ ഉള്ളപ്പോൾ. ഇല്ലെങ്കിലും ഈ അടയ്ക്കാപ്പഴത്തിൻ്റെ ഇലകളും അതേപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ വഴിക്കട അങ്ങനെ തൂവി കിടക്കണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടെ ഇരിക്കുന്ന ഇടല്ലേ, പിന്നെ നമ്മൾ തന്നെയല്ലേ വൃത്തിയാക്കേണ്ടത് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെയൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ ആ വഴിയൊക്കെ ഒന്ന് അടിച്ചു വാറാം കേട്ടോ. ഞാൻ അതുപോലെ ആ തോടിൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ അടിച്ചു വാരും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ താഴത്തെ മുറ്റം അടിക്കാൻ നിന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ മുറ്റം കൂടി ഒന്ന് എടുത്ത് എല്ലാം കൂടിയും, കാരണം ഈ മുറ്റത്ത് ചിരക്കല്ലല്ല, എന്താ പറയുക, നമ്മൾ മെറ്റൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മെറ്റലുകളൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ ആക്കിയിട്ട് വേണം നമ്മൾ മുറ്റടിക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇട്ടിട്ട് നടക്കാൻ പറ്റാതെ ആയിരിക്കണം കേട്ടോ. എന്നാൽ നല്ല ചെറിയ മെറ്റലല്ല താനും, സാധാ നമ്മൾ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റലാണ്. അപ്പോൾ കാലിൽ കൂടെ കുത്തുള്ളൂ. പിന്നെ കുട്ടി എപ്പോഴും ഇതേ നടക്കണതല്ലേ, നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ കുത്തു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യിച്ചിട്ടാ, ഞാനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും മുറ്റടിച്ച് വരുമ്പോൾ ആദ്യം ഈ ചപ്പൊക്കെ ഇങ്ങോട്ട് അടിച്ച് കളഞ്ഞിട്ട് 2 സൈഡ് ഇങ്ങനെ മെറ്റൽ മാറ്റിയിടും കേട്ടോ. കല്ലും പൂഴിയൊന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിട്ട് ഒന്ന് ഇടും. അല്ലെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് മെറ്റലുള്ളത് നമ്മൾ ഈ വീട് പണി കഴിഞ്ഞ സമയത്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടതാ മുറ്റത്ത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നടക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ, കാലിൽ കല്ല് കുത്തുകയാണ് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 ഭാഗത്തേക്ക് ഇങ്ങനെ ചകഞ്ഞ് മാറ്റി വെക്കും കേട്ടോ. മുറ്റടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലൊക്കെ. പിന്നെ ഈ കുട്ടി മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ കല്ല് വാരി കളിക്കുക തന്നെ അവൾക്ക് പണി. അവൾക്ക് കല്ലിങ്ങോട്ട് കിട്ടിയാൽ എടുക്കുക, കളിക്കുക, എറിയുക. കുഞ്ഞുമക്കളല്ലേ, അവർക്ക് ഈ സമയത്തൊക്കെ മണ്ണ് മാന്തി കളിക്കലൊക്കെ അല്ലേ. അതേപോലെ നല്ല മണലാണ് കേട്ടോ ഉമ്മറത്തൊക്കെ. ആ മണൽ മാന്തി കളിക്കുക, മണൽ വാരിയിട്ട് എറിയുക. കണ്ണിലേക്കൊക്കെ പെടുമെന്ന് നമുക്ക് പേടി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി കൂടുതൽ കാട്ടും കുഞ്ഞാറ്റ. അതാണ് പേടി കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് അവളോടൊന്നും മിണ്ടാനും പറ്റില്ല. എന്താ കയ്യിലുള്ളിച്ചെങ്കിൽ അയ്യോ അത് ചെയ്യല്ലേ കുഞ്ഞാറ്റയെ പറഞ്ഞാൽ അപ്പം പറഞ്ഞിട്ട് നമ്മളോടൊരു ഇതാക്കലായിരിക്കും, നമ്മളെ നോട്ടായിരിക്കും കേട്ടോ. അതെടുത്തൊരൊറ്റ ഇറം. എന്താണോ കയ്യിൽ, പാത്രങ്ങളാണോ കഴിക്കാൻ കൊടുത്തിരിക്കുകയാണോ, അതൊന്നും നോട്ടല്ല ആൾക്ക്. ആളെടുത്ത് എറിയും. അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഭേദം. ഇതാട്ടോ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കില്ലാടി. അത് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ കളിക്കുകയാണ് മുറ്റത്ത് കൂടെ. ഇനിയിപ്പോൾ ഒരു ഓട്ടവും ചാട്ടവും. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചു വാരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വാരണേൻ്റെ മുമ്പ് കൂടെ തന്നെ ആയിരിക്കും അവളുടെ കളി കേട്ടോ. നമ്മൾ ചൂര എവിടെ വെക്കണോ അവിടെ അവളുണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓടണ്ടാന്ന് കേട്ടോ. ഈ മുറ്റത്ത് കൂടെ ഓടിക്കളിച്ചിട്ട് വീട് തന്നെ അവൾക്ക് പണി കേട്ടോ. മുട്ടിക്കൂടെയും കൈ കൂടെയും ഒക്കെ പരിക്കാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടം തന്നെ ഓടിയിട്ട് കല്ല് തട്ടിയിട്ടും അതേപോലെ ചെരുപ്പ് തടഞ്ഞിട്ടൊക്കെ വീണിട്ട് മുട്ടിലൊക്കെ മുറിവാണ് കേട്ടോ. പറഞ്ഞാൽ കുട്ടി കേൾക്കില്ല കേട്ടോ. പറഞ്ഞാൽ അവൾക്ക് കുറച്ച് അധികമായിരിക്കും. അപ്പം അങ്ങനെ ആയിട്ട് ഇതാ ഞാൻ മുറ്റം കൂടി ഒന്ന് അടിച്ച് വാരി. ഞാൻ ആദ്യം ആ വഴിയൊക്കെ ഒന്ന് അടിച്ചിട്ട് വന്നാലേ. അപ്പോൾ സന്ധ്യ ആവാറായി. ഇനിയിപ്പോൾ മേല് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നടക്കുമോ എന്താണെന്നറിയില്ല. ഇനി കുഞ്ഞാറ്റേനെ മേല് കുളിപ്പിക്കണം. ഇനിയിപ്പോൾ അമ്മ എന്തായാലും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മ വിറകൊക്കെ വട്ടി വയ്ക്കണം പറഞ്ഞിട്ടേ. അപ്പോൾ അമ്മ വിറക് വെട്ടി വയ്ക്കാൻ പോയിരിക്കാം. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അതൊക്കെ വീഡിയോ എടുക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതൊന്നും പറ്റിയില്ല. എനിക്ക് തീരെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്ന് എന്താണെന്നറിയില്ല, തീരെ വയ്യ. ഭയങ്കര ക്ഷീണം. തലയ്ക്കൊക്കെ ആകെപ്പാടൊരു മന്ദപ്പ് പോലെ കേട്ടോ. ഒന്നിനും ഒരു താല്പര്യമില്ല. എന്നാലും വേണ്ടില്ല, നമുക്കിപ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലി, നമ്മുടെ അടുത്ത ജോലി നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഏട്ടൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പാല് കൊണ്ടുവന്നപ്പോൾ കുറച്ച് പാല് കാച്ചാണ്. പാല് കാച്ചിട്ട് ഇനി ചായ വെച്ചിട്ട് ഒരു ചായ വെച്ച് കുടിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ അതും പറഞ്ഞിട്ട് ചായ വെക്കുക. പിന്നെ വൈകുന്നേരം വരെ കുഞ്ഞാറ്റയുടെ ബഹളവും കുഞ്ഞാറ്റയുടെ കുശുമ്പും കാര്യങ്ങളൊക്കെ കുറുമ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഏട്ടൻ വന്നപ്പോൾ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഏട്ടൻ പോയി. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. ആ 2 കോവയ്ക്കയും അതേപോലെ തക്കാളിയൊക്കെ കീറിയിട്ടിട്ട് അമ്മ കറി വെച്ചു. പിന്നെ ഉണക്കലമീൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും വറുത്ത്. പിന്നെ ഉച്ചയ്ക്ക് കാച്ചിയ കുഞ്ഞാറ്റയ്ക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് കാച്ചിയ പപ്പടമായിരുന്നു കേട്ടോ. ആ പപ്പടം കാച്ചിയതും മീൻ പൊരിച്ചതും അതേപോലെ കോവയ്ക്കയും തക്കാളിയും പച്ചമുളകൊക്കെ കീറിയിട്ട് നമ്മുടെ നാടൻ കറി കേട്ടോ. നമ്മുടെ പണ്ടത്തെ കൂട്ടാൻ ഇത് തന്നെയായിരുന്നു കേട്ടോ. എളുപ്പം വയ്ക്കാൻ പറ്റിയ കൂട്ടാനും. അപ്പോൾ പച്ചമുളകും ഉള്ളിയൊക്കെ കീറിയിട്ടിട്ട് എന്നിട്ട് നല്ല വെന്ത് വരുമ്പോൾ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നത്. അങ്ങനെ ഞാൻ കുളിയും കഴിഞ്ഞ് വന്നു. അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കറി വയ്ക്കാൻ നിന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ പുതിയ ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തു വിടണം കേട്ടോ. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരുടെ അടുത്തേക്കും റെക്കമെൻഡേഷനൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പം അമ്മ വൈകുന്നേരം കുളിച്ചൊക്കെ വന്നിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത് കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞ് അമ്മ കുറച്ച് നേരം സീരിയലൊക്കെ കണ്ടു, കുഞ്ഞാറ്റേനെ കുളിപ്പിച്ചു, പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുത്തു, അവളെ കിടത്തി ഉറക്കി. അതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അല്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കാൻ നമ്മളെ അയക്കൂല, അവളിങ്ങനെ വാശി പിടിച്ചോണ്ടേ ഇരിക്കും. അധികം ഞങ്ങൾ അവൾ കിടന്നുറങ്ങിയതിന് ശേഷം കേട്ടോ ഭക്ഷണം കഴിക്കാതിരിക്കാറ്. അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല, അങ്ങനെ ഓരോന്ന് വാശി പിടിച്ചോണ്ടിരിക്കും. അത് നമ്മൾ ടി വി കാണുകയാണെങ്കിൽ നമ്മളെ ടി വി കാണാൻ അയക്കൂല, അവൾ കാർട്ടൂണ് കാണണം പറയും. ഇപ്പം കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിലും കാർട്ടൂണ് കാണിച്ചു കൊടുത്തിട്ട് വേണം അവൾ എന്തെങ്കിലും കഞ്ഞി കുടിക്കാൻ. അപ്പോൾ അതിലേ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മളറിയാതെ വായിൽ വെച്ച് കൊടുക്കണം, അല്ലാതെ അവൾ സ്വന്തം ഇഷ്ടത്തിന് അവൾ കഴിക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ ആയാലും കുറേശ്ശെ കഴിക്കുന്നുണ്ട്, അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ബേക്കറിയൊക്കെ പാടെ ഉപേക്ഷിച്ചത് കൊണ്ട് ഇപ്പോൾ ആൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു നേരമൊന്നും ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെ കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അധികം ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വെറും കഞ്ഞി തന്നെ ഉണ്ടായിരുന്നു, കഞ്ഞിയും പപ്പടമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക്